ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്പ് സീരീസ്. നമ്മുടെ 6ാമത്തെ എപ്പിസോഡാണ്. സോ കഴിഞ്ഞ പ്രീവിയസ് എപ്പിസോഡ്സിലൊക്കെ നമ്മൾ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊരു എക്സ്ക്ലൂസീവ് ഒരു മാസ്റ്റർ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 6ാമത്തെ പ്രധാനപ്പെട്ട സീരീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് മൈ ഫുൾ സർക്കിൾ അല്ലെങ്കിൽ മൈ സർക്കിൾ എന്നാണ്. നമ്മൾ ഡാഫിൻ്റെ ഇമ്പോർട്ടൻസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കണ്ടൻറ്റും സ്കിൽസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ മൈ സർക്കിൾ എന്ന് പറയുന്നത് ചെറിയൊരു എപ്പിസോഡാണെങ്കിൽ പോലും എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ജനിച്ചു തൊട്ട് ഇന്നേ വരെയുള്ള എൻ്റെ ജോലി, ഞാൻ താമസിച്ച സ്ഥലം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് നല്ലവണ്ണം റിസർച്ച് ചെയ്ത് വെക്കണം. ബിക്കോസ് നമുക്ക് നാച്ചുറലി വരുന്ന കാര്യമാണ്, പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കണം. കാരണം ദർ ക്യാൻ ബി ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ റൈറ്റ് ഫ്രം, അതാണ് ഈ മൈ സർക്കിൾ എന്ന് വിളിക്കുന്ന ഒരു ഫുൾ സർക്കിൾ വിളിക്കാൻ കാരണം. ഞാൻ ഇത്രയും വർഷം ജനിച്ച് ഇത്രയും വർഷം ഇവിടെ ജീവിച്ച് വർക്ക് ചെയ്തത്, സ്കൂളിൽ ജോലി കിട്ടി, അങ്ങനത്തെ ഒരു മൈ സർക്കിൾ ഉണ്ടല്ലോ, അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട്, ഉദാഹരണം നമുക്കൊന്ന് ഇനാക്ട് ചെയ്ത് നോക്കാം. അത് സ്റ്റാർട്ടിങ് ഞാൻ ചോദ്യങ്ങളും ചോദിച്ചു പോവാം. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റാർട്ടിങ് നിങ്ങളുടെ ജനനം, ഇപ്പോൾ എൻ്റെ ജനനം നോക്കുമ്പോൾ ഓരോ നമ്മൾക്ക് പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യും. വേർ ആർ യു ബോൺ, നിങ്ങളുടെ ശരിക്കുള്ള സ്ഥലം എവിടെയാണ്. ഇപ്പോൾ സ്ഥലം, ഇപ്പോൾ എൻ്റെ സ്ഥലം ഒറ്റപ്പാലമാണ്. ഐ വാസ് ബോൺ ഇൻ ഒറ്റപ്പാലം. സോ മേ ബി റേസ്ഡ് അപ്പ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, ബട്ട് ഡെഫിനറ്റ്ലി ബോൺ ഇൻ ഒറ്റപ്പാലം. സോ അവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി പാസ്പോർട്ടിൽ പോലും എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അർജുൻ ആർ ശങ്കർ, എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഒറ്റപ്പാലത്ത് നിന്ന് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് കാണുകയാണെങ്കിൽ, ഉറപ്പായിട്ടും എൻ്റെ നോഷൻ പോകുന്നത് എങ്ങനെയാണ്, ഒറ്റപ്പാലം ഇസ് ദ പ്ലേസ് ഇൻ കേരള. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവൻസ് ഉള്ള സ്ഥലം അവിടെയാണ്. റൈറ്റ് ഫ്രം KPS മേനോൻ ജൂനിയർ ആൻഡ് ശിവശങ്കർ മേനോൻ, പിന്നീട് MK നാരായണൻ, MGK മേനോൻ, ഈ പറയുന്ന ഫേമസ് ബ്യൂറോക്രാറ്റ്സ് എല്ലാം ഇവിടെ നിന്നാണ്. അപ്പോൾ എൻ്റെ സ്ഥലത്തിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ നിങ്ങൾക്ക് ഇതിൽ വെക്കാൻ പറ്റുന്ന നിങ്ങളുടെ ബർത്ത് പ്ലേസ്, നിങ്ങളുടെ അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്ഥലം അതെവിടെയാണ്, എന്തൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് വെക്കാനുണ്ട് അതിനകത്ത്, നിങ്ങളുടെ അഡ്രസ്സ് തൊട്ട് എല്ലാ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I still remember there was a candidate who was from Kerala, but അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു റെക്കോർഡ് അനുസരിച്ചിട്ട് അവരുടെ പേരൻറ്റൽ അഡ്രസ്സ്, എനിക്കൊന്ന് പേരൻറ്റ് രണ്ടും പല സ്റ്റേറ്റിലുള്ളവരാണ്, ഭോപ്പാലിലുള്ള അഡ്രസ്സ് ഉണ്ടായിരുന്നു. സോ ദേ ഹാവ് സ്റ്റാർട്ടഡ് ആസ്കിങ്, ആൻഡ് ഏറ്റവും രസം, ദിസ് കാൻഡിഡേറ്റ് ഹാപ്പൻ ടു ബി എ ഡോക്ടർ, കാൻഡിഡേറ്റ് ഹാപ്പൻ ടു ബി എ ഡോക്ടർ ആൻഡ് ഹെർ ഫാദർ അതിൽ അഡ്രസ്സ് കൊടുത്തിരുന്നത് മധ്യപ്രദേശ്. അപ്പോൾ കുറേ സമയം ചോദിച്ചു, ഭോപ്പാലിൽ താമസിച്ചിട്ട് ഇടയ്ക്ക് പോകാറുണ്ട്. സോ ക്വസ്റ്റ്യൻസ് കണക്റ്റ് ആയതുകൊണ്ടോ ഈ മൈ സർക്കിളിലാണ് ദർ ഇസ് സംതിങ് കോൾഡ് കണക്ഷൻ എഫക്റ്റ്. എല്ലാത്തിനും കണക്ട് ചെയ്ത് ഇൻ്റർവ്യൂ കയറി പോകും. ആൻഡ് ഷീ ഹാപ്പൻ ടു ബി എ ഡോക്ടർ. അപ്പോൾ ചോദ്യം ഇതാണ്, കേരളവും മധ്യപ്രദേശും തമ്മിൽ, ഭോപ്പാലും തമ്മിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിൽ എത്രത്തോളം, ഇത് ആർക്കും വേണം ചോദിക്കാം, പക്ഷേ ഒരു മധ്യപ്രദേശ് ഉള്ളതുകൊണ്ട് തന്നെ, ഭോപ്പാൽ ഉള്ളതുകൊണ്ട് ചോദിച്ചാണ്, കേരളവും മധ്യപ്രദേശും തമ്മിലുള്ള ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കമ്പാരിസൺ ചോദിച്ചു. സിൻസ് ഷീ വാസ് എ ഡോക്ടർ, അതാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളിതൊക്കെ എക്സ്പെക്ട് ചെയ്യണം, ഈ കണക്ഷൻ എഫക്റ്റ് നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എവിടെ ജനിച്ചു, നമ്മുടെ സ്ഥലം, നമ്മുടെ ഡാഫിൽ പറഞ്ഞിട്ടുള്ള അഡ്രസ്സ് എവിടെയാണ്, ഏതൊക്കെ സ്ഥലമുണ്ട്. ഇരിഞ്ഞാലക്കുടക്കാരൻ്റെ ഒരു ഇരിഞ്ഞാലക്കുട എന്നുള്ള ഒരാളുണ്ടായിരുന്നു, ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ എപ്പോഴും തൃശ്ശൂർ, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട എന്നൊക്കെ വരുമ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വന്ന ഒരാളെടുത്ത് ഉണ്ടായിരുന്നു, ഗാന്ധിജി എന്തിനാണ് നിങ്ങളുടെ സ്ഥലത്ത് വന്നത്. അപ്പോൾ പലപ്പോഴും അപ്പോഴാണ് ശരിക്കും ആലോചിച്ചത്, ഗാന്ധിജി എൻ്റെ സ്ഥലത്ത് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അതറിയണം, നമ്മുടെ നാടിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ ഏത് സ്ഥലത്തു നിന്നാണോ വരുന്നത് അതിനെക്കുറിച്ച് ചോദിക്കുക. അപ്പോൾ നമുക്കുള്ളൊരു തോട്ട് പ്രോസസ്സ് എന്താണെന്നറിയും. എപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു ആളുടെ പേര് ഓർമ്മയില്ല, 2009-ലോ 2010-ലോ എങ്ങാണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരുന്നു, നമ്മുടെ ഏതോ ഒരു കോളേജിൻ്റെ ബാക്കിൽ കൂടെ പോകുന്ന അതിൻ്റെ ഒരു ചെറിയ നദിയുണ്ട്, ഒരു ചെറിയ സ്ട്രീമുണ്ട്, ആ സ്ട്രീമിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചതൊരു നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നതെന്നല്ലേ. സി ദേ ആർ ഓൾ സിവിൽ സർവൻസ്. അവർ ചിലപ്പോൾ കേരള കേഡറിൽ വർക്ക് ചെയ്ത ഓഫീസറായിരിക്കാം, നമ്മളെക്കാട്ടും നന്നായി കേരളത്തിൽ നന്നായി ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന ആളായിരിക്കും. ചിലപ്പോൾ IPS ഓഫീസർ ഹു ഹാഡ് വർക്ക്ഡ് ഇൻ 1980s തുടക്കത്തിൽ കേരള കേഡറിൽ വർക്ക് ചെയ്തൊരു IPS ഓഫീസർ ആയിരിക്കാം, നമ്മളെക്കാട്ടും നന്നായിട്ട് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സിറ്റി അവർക്കറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. നമ്മുടെ മൈ സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥലം, അതിൽ കൊടുക്കുന്ന സ്ഥലങ്ങൾ, പേരുകൾ, പിന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പ്രൊഫഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്, എന്താണ് പ്രൊഫഷൻ, എത്ര വരുമാനമുണ്ട്, ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം. എന്താണ് അച്ഛൻ്റെ പ്രൊഫഷൻ, അച്ഛൻ ഇന്ന ജോലി തരണം, അമ്മയ്ക്ക് ജോലിയുണ്ടോ, അല്ലെങ്കിൽ എന്താണ്, ഫാമിംഗ് ആണ്, അഗ്രികൾച്ചറാണ്, ബിസിനസ്സാണ്, എന്ത് തരം ബിസിനസ്സാണ്. സോ അതിനകത്തൊക്കെ ചോദ്യം ഉണ്ടാവും. ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ പറഞ്ഞില്ല, ഇപ്പോൾ ഹീസ് ആക്ച്വലി ഫ്രം ഇപ്പോൾ റബ്ബർ, കോട്ടയത്ത് നിന്നുള്ള റബ്ബർ തൊഴിൽ അല്ലെങ്കിൽ റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബിസിനസ്സാണ് ചെയ്യുന്നത്. സോ ഇമ്മീഡിയറ്റ്ലി ദർ ഇസ് ഗോയിങ് ടു ബി ദ ക്വസ്റ്റ്യൻ,
ഇപ്പോൾ മൂവാറ്റുപുഴ പൈനാപ്പിൾ സിറ്റി വാഴക്കുളത്ത് നിന്ന് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ദേ ഹാഡ് ആസ്ക്ഡ് ഹിം അബൌട്ട് പൈനാപ്പിൾസ്. കംപ്ലീറ്റ് ചോദ്യങ്ങൾ എക്സ്പെക്റ്റഡ് ആണ്. വാഴക്കുളത്ത് നിന്ന് വരുമ്പോൾ പൈനാപ്പിളിൻ്റെ കാര്യം ദേ ആസ്ക്ഡ് ഹിം അബൌട്ട് ദ വെറൈറ്റീസ്. ക്യൂ വെറൈറ്റി, മൊറീഷ്യസ് വെറൈറ്റി ഓഫ് പൈനാപ്പിൾ, ഇന്ത്യയുടെ പൈനാപ്പിൾ മാർക്കറ്റിൽ വെള്ളം. പിന്നെ അതേപോലെ കോഫിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കോഫി കേരളത്തിലുണ്ടോ? കോഫി കൾട്ടിവേഷനെ കുറിച്ച് റാൻഡം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. വാനില കൃഷിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്താണോ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതിനെക്കുറിച്ചിട്ടും വളരെ ഡെപ്തിൽ പഠിക്കുക, കണക്ഷൻ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് മൈ സർക്കിൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ പഠിച്ച കോളേജ്, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ജോലി, അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായിട്ട് ഇപ്പോൾ അച്ഛൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ ആസ്ക് അബൌട്ട് ബാങ്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം ഇതാണ്. ഇപ്പോൾ പുതിയ ബാങ്കിങ് റിഫോംസിനെ കുറിച്ച് വേണമെങ്കിൽ ചോദിക്കാം. വെറുതെ ആർ യു അവെയർ ഓഫ് ദാറ്റ്? ബിക്കോസ് യു ആർ കമ്മിങ് ഫ്രം എ ബാങ്കിങ് ഫാമിലി, ബോത്ത് ഓഫ് യുവർ പേരൻസ് ആർ ഇൻ ദ ബാങ്ക്, സോ വൈ ഡോണ്ട് യു നോ സംതിങ് അബൌട്ട് ദാറ്റ്? ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച സ്കൂള്, ഇപ്പോൾ ചിന്മയ വിദ്യാലയം പഠിച്ച് കുറേ ആൾക്കാരുടെ അടുത്ത് ചിന്മയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദ മെമ്മോറിയൽ, അങ്ങനത്തെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സ്കൂൾ ഉണ്ടെങ്കിൽ സ്കൂളിൻ്റെ ചരിത്രം ഓർത്ത് വയ്ക്കുക. നമ്മുടെ സ്കൂളിൻ്റെ മോട്ടോ, ഇപ്പോൾ കേന്ദ്ര വിദ്യാലയം പഠിച്ച ആൾക്കാരോട് കേന്ദ്ര വിദ്യയുടെ പ്രയർ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് ദാറ്റ്, അല്ലെങ്കിൽ അത് എത്രത്തോളം കീപ്പ് ചെയ്യുന്നുണ്ടെന്നൊരു ചോദ്യം. നമ്മൾ സ്കൂളിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഓർത്ത് വയ്ക്കുക. സിറ്റി, ഏത് സിറ്റിയിലാണ് നിങ്ങൾ സ്കൂളിംഗ് പഠിച്ചത്? അപ്പോൾ അത് ആ സിറ്റി ആണെങ്കിൽ ആ സിറ്റിയെക്കുറിച്ച് ഓർമ്മ വേണം. ഇപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്കൂളിൽ വേറെ സ്ഥലത്താണ് പഠിച്ചെങ്കിൽ നിങ്ങൾ ജനിച്ച സ്ഥലം വേറെ ആണെങ്കിൽ അവർ ചോദിക്കാം, ഇന്ന സിറ്റിയിൽ നിങ്ങൾ ചൈൽഡ്ഹുഡ് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ലേ? സോ വാട്ട് ഡു യു തിങ്ക് ഇസ് ദി പ്രസന്റ് സ്റ്റാറ്റസ് ഓഫ് ദ സിറ്റി? ഈ സിറ്റിയെക്കുറിച്ചിട്ട് ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്നൊരു ഇൻഡിക്കേറ്ററിൽ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സും പെർ ക്യാപിറ്റ ഇൻകം വളരെ മോശമാണല്ലോ ഈ സിറ്റിയിൽ ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങളുള്ളപ്പോഴും ഈ സിറ്റി ഇങ്ങനെയായിരുന്നു. ഇന്ത്യൻ സിറ്റീസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യൻ സിറ്റീസിൻ്റെ അവസ്ഥ? വേർ ഇസ് ദ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ടോ? എങ്ങനെ വേണോ കണക്ട് ചെയ്ത് ചോദ്യം ചോദിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നിങ്ങൾ പഠിച്ച കോളേജ്, ആ കോളേജ് എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, ആ കോളേജിൻ്റെ ചരിത്രം, കോളേജിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോളേജിൻ്റെ ഇമ്പോർട്ടൻറ്റ് അച്ചീവ്മെൻറ്റ്സ്, ദേ ക്യാൻ ആസ്ക് യു, ടെൽ us some, you happen to come from a very very popular college, so can you tell us some of the few great alumni who have traveled before you? കോളേജിൻ്റെ അലുമിനി നമുക്കറിയേണ്ട കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതും നമ്മൾ അറിഞ്ഞു വെക്കണം. അപ്പോൾ ചില കോളേജസിൽ എനിക്ക് തോന്നുന്നു SB കോളേജിനെ കുറിച്ചൊരു ചോദ്യം, കോളേജിൻ്റെ വളരെ പ്രഗത്ഭർ പഠിച്ച കോളേജാണ്. ഐ തിങ്ക് പ്രേം നസീർ ഒക്കെ പഠിച്ച സ്ഥലമാണ് അവിടെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ അലുമിനീസിനെ കുറിച്ച് നമ്മൾ കോളേജിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എവിടെ താമസിക്കുന്നു, നമ്മൾ ജോലി ചെയ്ത സ്ഥലങ്ങൾ, നമ്മൾ എന്ത് തരം ജോലിയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കുറേ സിവിൽ സർവീസ് ആസ്പിറൻസിൻ്റെ ഡാഫ് എന്തായാലും നമ്മൾ പഠിക്കുന്നുണ്ട്. പലരുടെയും ഡാഫ് നോക്കിക്കഴിഞ്ഞാൽ വർക്കിംഗ് കാണാൻ പറ്റും. വർക്കിംഗ് ആസ് മെൻറ്റർ ഇൻ ദിസ് IAS അക്കാഡമി, വർക്കിംഗ് ആസ് എ ടീച്ചർ, ഫാക്കൽറ്റി ഇൻ അക്കാഡമി എന്നൊക്കെ കാണാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിലും പറയുക. ചിലപ്പോൾ നിങ്ങൾ ഇത് അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന ആളാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുക, ഡെഫിനറ്റ്ലി ഞാൻ പഠിച്ചിട്ട് ഈ ഫീൽഡിൽ തന്നെ നിൽക്കാൻ പരീക്ഷ കഴിയുന്ന എനിക്ക് കിട്ടുന്നവരെ ഞാൻ ഔട്ട് ഓഫ് ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയാം. ഇനി ചില ആൾക്കാർ ബാങ്കിൽ നിന്ന് കളഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്, ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരുണ്ട്, അതേപോലെ വേറെ സർവീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഓൾറെഡി IPSലും IRSലും പോസ്റ്റൽ സർവീസിലും റെയിൽവേ സർവീസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ നിങ്ങളുടെ മൈ സർക്കിൾ നോക്കുക, അത് വളരെ കൃത്യമായിട്ട് അറിയുക. അതിൽ നിന്നും എന്തിന് സ്വിച്ച് ചെയ്തു എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. എന്തിനാണ് നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ടുള്ളത്, ബാങ്ക് ജോലിയും ഇതും നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് വ്യത്യാസം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളെടുത്ത് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ജോലി സ്ഥലവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മൈ സർക്കിൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജനിച്ച അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഡാഫിൽ എത്ര അഡ്രസ്സുകളുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഇൻക്ലൂഡ്സ് യുവർ സ്കൂൾ ഓൾസോ. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജനിച്ച സ്ഥലവും ഞാൻ പഠിച്ച സ്ഥലവും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇപ്പോൾ എൻ്റെ ഡാഫ് ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ജനിച്ച സ്ഥലവും റിസൈഡിങ് അഡ്രസ്സും പഠിച്ച സ്കൂളുകളൊക്കെ വേറെയാണ്, വേറെ സ്കൂളുകളാണ് കംപ്ലീറ്റ്ലി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഡാഫിൽ എത്ര അഡ്രസ്സ് ഉണ്ടെന്ന് നോക്കുക. റൈറ്റ് ഫ്രം ദാറ്റ് ഓരോ സ്ഥലങ്ങളെക്കുറിച്ചിട്ടും പഠിക്കുക. നിങ്ങളുടെ പേരൻസിൻ്റെ രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് ഉള്ളതെല്ലാം നോക്കുക. അവരുടെ ജോബ് പ്രൊഫൈല്, അവരുടെ ജോലി, അതായിട്ട് നിങ്ങൾക്ക് ആ ഫീൽഡ് നിങ്ങൾ എത്രത്തോളം നന്നായി അറിയാം. പിന്നീട് നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ കോളേജ്, നിങ്ങളുടെ വർക്ക് സ്പേസ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ട് ദിസ് ഫോംസ് യുവർ മൈ സർക്കിൾ. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളും ഇതിനെക്കുറിച്ചിട്ട് റിമെമ്പർ ദ വേർഡ് കണക്ഷൻ എഫക്റ്റ്. എത്രത്തോളം കണക്ഷൻസ് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കണക്ഷൻസ് നിങ്ങൾ ഡ്രോ ചെയ്യണം. ആ രീതിയിലും കൂടെ നിങ്ങൾ ആദ്യമേ നല്ലോണം പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഡെഫിനറ്റ്ലി ആ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഏത് ആംഗിളിൽ ചോദിച്ചാലും നിങ്ങൾ റെഡി ആയിരിക്കും. ഓക്കെ, സോ ഈ മൈ സർക്കിൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഇറ്റ്സ് ഗോയിങ് ടു ഡു എ ഗ്രേറ്റ് വണ്ടർ ഫോർ യുവർ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. ഓക്കെ, താങ്ക് യു.